ഈ അടുത്ത സമയത്ത് ഞാനൊരു സീനിയർ ഓഫീസറുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ത്യയിൽ ഇസ്ലാമിക് ഫണ്ടമെന്റലിസം, അതായത് ഇസ്ലാമിക് ടെററിസം, ഇതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കോ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി അതിദീർഘമായ ഒരു ലെക്ചർ വേണമെങ്കിൽ തന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം പറയുന്നത്, ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് മോദി ഗവൺമെന്റ് ഇതിനെ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, പെട്ടെന്ന് ഒരു ബാൻ നടക്കുകയില്ല. ഒരു അതേപോലെ ഒരു ഓർഗനൈസേഷൻ ബാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ എവിഡൻസ് വേണം, റെയ്ഡ് നടത്താൻ കാര്യങ്ങൾ വേണം. കാരണം ഇതൊക്കെ കോടതിയിൽ ചോദ്യം ചെയ്യാം. ഇപ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് അനുകൂലമായിട്ടുള്ള സംഭവമാണെങ്കിൽ ബാൻ മാറ്റുകയും ചെയ്യും. ഇതൊക്കെയാണ് പുള്ളി എന്നോട് പറഞ്ഞു വന്ന സംഭവം. പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും, UP-യിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും, ഇവരൊക്കെ ഈ PFIയുടെ ഈ പ്രശ്നവും അവിടുത്തെ BJP ഭരണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് പല ആൾക്കാരും ഭയന്നങ്ങ് ഒത്തിരി പേര് വിട്ടുമാറിപ്പോയി. പിന്നെ വിട്ടുമാറാത്ത ചില ഹാർഡ് കോർ ആയിട്ടുള്ള ആളുകളുണ്ട്, അവരിപ്പോഴും ഒതുങ്ങിയിരിക്കുക. കാരണം മോദി ഗവൺമെന്റ് വന്ന ശേഷമാണ് ഈ നേരിട്ട് പങ്കെടുത്തവരെ കൂടാതെ ഇതിന്റെ പിറകിൽ ഫണ്ട് ചെയ്യുന്നവരുണ്ട്, കോൺസ്പിറസി ഉണ്ട്, ഗൂഢാലോചന നടത്തുന്നവരുണ്ട്, പല സെക്ടേഴ്സ് ഉണ്ട്, ഇതുമായിട്ട് പല വെർട്ടിക്കൽസ് ഉണ്ട് ഓരോന്നായിട്ട്. ഇവരെയൊക്കെ പൊക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇവർ ഭയന്ന് പിന്മാറിയത്. കാരണം അദ്ദേഹം പറയുന്നത്, ഇപ്പം ഇസ്ലാമിക് ഫണ്ടമെന്റൽ അതുമായിട്ട് ബന്ധപ്പെട്ട ടെററിസം എന്ന് പറയുന്നത്, കാരണം ഇവരുടെ മനസ്സിലൊക്കെ കിടക്കുന്നത് ഇതേപോലെയുള്ള സൂയിസൈഡ് ബോംബും അറ്റാക്കും ഒക്കെ നടത്തി ഇവരൊക്കെ അങ്ങ് സ്വർഗത്തിലോട്ട് പോകുകയാണ് എന്നാണ് ഇവരെ പഠിപ്പിച്ചിരിക്കുന്നത്. അതായത് തെറ്റായ ഒരു ടീച്ചിങ്ങും പഠനവും ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും അങ്ങനെ മാറിപ്പോകുന്ന ഒരു സംഭവമല്ല. ഇത് നിരന്തരമായിട്ട് ഇതുമായിട്ട് ഫൈറ്റ് ചെയ്യണം. കാരണം ഇത് ഐഡിയോളജിക്കൽ സംഭവമാണ്. കാരണം തെറ്റായ രീതിയിലുള്ള കാര്യം ലോകത്തിനെ എല്ലാം നശിപ്പിച്ചാൽ സ്വർഗം കിട്ടുമെന്നുള്ള ധാരണയാണ് ഇവരിലുള്ളത്. അതായത് മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരും ശത്രുക്കളാണ്, അവരെ നശിപ്പിക്കണം, അവരെ കൊല്ലണം എന്നുള്ളതാണ് ഇവരുടെ തലയ്ക്കകത്ത് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഏത് സമയത്തും ഏതെങ്കിലും രീതിയിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ ഇത് വീണ്ടും പൊക്കും. അപ്പോൾ പുള്ളി ഇപ്പം അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ അബൂബക്കർ എന്ന് പറഞ്ഞ PFI നേതാവിൻ്റെ ജാമ്യം തള്ളിക്കൊണ്ട് ഡൽഹി ഹൈക്കോടതിയുടെ വിധി വന്നത്. അപ്പം അതിനകത്ത് ഡൽഹി ഹൈക്കോടതിയുടെ ഓർഡറിനകത്ത് വളരെ കൃത്യമായിട്ട് ഓരോ പോയിന്റുകൾ പറയുന്നുണ്ട്. എന്താണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം? അതായത് PFI സംഘടനയെ പറ്റി മാത്രമാണ് പറയുന്നെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട പല സംഘടനകളും ഇന്ത്യയിലുണ്ട്. ഇപ്പൊ ബംഗാളിലുണ്ട് പല സംഘടനകളുള്ളത്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു വലിയ വിഭാഗമുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്. അപ്പൊ TMC തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഭാഗികമായ അല്ലാതെയൊക്കെ അതിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യുവാണ്. അതെല്ലാവരും കാണുന്ന സംഭവമാണ്. അതേപോലെ ഇന്ത്യയിലെ പല പൊളിറ്റിക്കൽ പാർട്ടി, സമാജ്വാദി പാർട്ടി, ഇവരെ ഭാഗികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലാലു പ്രസാദിന്റെ പാർട്ടി, അതായത് തേജസ്വിനി യാദവ്, അയാളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരു വിഭാഗം പൊളിറ്റിക്കൽ പാർട്ടി, ഇൻക്ലൂഡിങ് കോൺഗ്രസ് പാർട്ടി, അവർ വോട്ട് ബാങ്കിന്റെ ഭാഗമായിട്ട് ഇതിലെ പല ഘടകങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാശ്മീർ ഇന്നും ഒരു ഇഷ്യൂ തന്നെയാണ് ഇന്ത്യയിൽ. അപ്പോൾ ഈ പോകുന്ന സംഭവം, അവരുടെ ഒരു ഇസ്ലാമിക് രാജ്യം ഉണ്ടാക്കണം എന്ന് പറയുന്ന അജണ്ട ഈ പെട്ടെന്നൊന്നും തീരുകയൊന്നുമില്ല. കാരണം ഇത് നിരന്തരമായ സെക്യൂരിറ്റി ഏജൻസികളുടെ മോണിറ്ററും ജനങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് പുള്ളി പറഞ്ഞു വരുന്നത്. അല്ലാതെ ഒരു 10 വർഷം കൊണ്ടോ 15 വർഷം കൊണ്ടോ ഒരു തീരുന്ന സംഭവമല്ല ഈ പറയുന്ന കാരണം ഇത് ഐഡിയോളജി, മതത്തിൻ്റെ ഐഡിയോളജി ബേസ് ചെയ്തുള്ള സംഭവമാണ്. ഇപ്പം ലോകം മുഴുവൻ നടക്കുന്നത്, ഇന്ത്യയിലും അത് നടക്കുന്നുണ്ട്. അദ്ദേഹം കേരളത്തെ പറ്റി പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്, ഇപ്പം കേരളത്തിൽ ഇപ്പോഴും അടുത്ത സമയത്താണ് ഈ ഹമാസ് ഇസ്രായേൽ ഇഷ്യൂ വരുന്നത്, വാറ് വരുന്നത്. ഇപ്പം കേരളത്തിൽ നിന്ന് ഹമാസിനെ പിന്തുണയ്ക്കുന്ന, പാലസ്തീനെ അല്ല ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗം പേര് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ടായി. അവിടെ പാലസ്തീനെ പിന്തുണയ്ക്കുവാണെങ്കിൽ ഇന്ത്യക്കാർ കൂടെയാണ്,
പക്ഷെ ഇവിടെ ഹമാസിനെയാണ് പിന്തുണയ്ക്കുക. ഹമാസിനെ എന്തുകൊണ്ടാണ് പിന്തുണയ്ക്കുന്നത്? ആ പറയുന്ന മതപരമായ ബന്ധവും ആ ഇസ്ലാമിക് രീതിയിലുള്ള ആക്ടിവിറ്റീസുമാണ് ഹമാസ് എന്ന് പറയുന്ന ടെറർ ഓർഗനൈസേഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് 100-ലധികം പേരാണ് ISIS ഇസ്ലാമിക് ടെററിന് വേണ്ടി ഗ്ലോബലായിട്ട് ഈ അഫ്ഗാനിസ്ഥാനും സിറിയയിലും ഇറാഖിലൊക്കെ പോയത്. അവരെന്തിനാ പോയത്? അപ്പം ഈ സംഭവം ഇപ്പോഴും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സെല്ലുകൾ, അതായത് വളരെ ആക്ടിവേറ്റ് ചെയ്തിരുന്ന സെല്ലുകൾ വളരെ സ്ലീപ്പ് അത് ഉറങ്ങുന്ന രീതി നടിക്കുകയാണ്. ഇത് നാളെ ഉറപ്പായിട്ടും ഇത് വളരെ പ്രകടമായ രീതിയിൽ മുന്നിൽ വന്ന് വീണ്ടും ഇഷ്യൂകളൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇവരെ ഫണ്ട് ചെയ്യുന്നൊരു വിഭാഗമുണ്ട്. കാരണം ഇവരെ പേടിച്ചിട്ടല്ല ഫണ്ട് ചെയ്യുന്നത്, ഇവരോടുള്ള സ്നേഹം കൊണ്ട്. കാരണം അവർ പുറകോട്ട് മാറും. കാരണം അങ്ങനെ ഒരു സ്ലീപ്പർ സെല്ലുണ്ട്. കാരണം ഇവർക്ക് ഫണ്ടിങ് വരുന്ന പല ആളുകളും വിദേശത്തു നിന്നും ഗൾഫിൽ നിന്നാണ് ഇവരെ ഫണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതിനെയെല്ലാം കണ്ടുപിടിച്ച് എലിമിനേറ്റ് ചെയ്യാതെ ഈ ഒരു സംഭവം ഇന്ത്യയിൽ നിന്നും, അതായത് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തൊരു പാർട്ട് എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക് ഫണ്ടമെന്റൽ ടെററിസം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് തീരുന്നതൊന്നുമല്ല. കാരണം ഇത് ഈ കമ്മ്യൂണിറ്റിയുടെ ഇടയ്ക്കോട്ട് കയറിയേക്കാണ്. ഇത് ഒരു വിശുദ്ധ യുദ്ധം എന്നാണ് ഇവർ കരുതുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവര് ഡീറാഡിക്കലൈസേഷൻ നടത്താതെ ആ വാക്കോ ഉപയോഗിച്ചത്. ഇന്ത്യയിൽ നിന്നും ഈ സംഭവം മാറിയില്ല. ഇന്ത്യക്ക് എപ്പോഴും ത്രെട്ട് തന്നെയാണ് ഇസ്ലാമിക് ടെററിസം, ഇസ്ലാമിക് ഫണ്ടമെന്റൽ. അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് ഇതിന് മറുപടി നൽകിയത്.